എന്ത് പേര് ചൊല്ലി വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല മമതേനെ. പോരാളിയെന്നോ ഝാൻസി റാണിയെന്നോ എന്ത് പേര് ചൊല്ലി വിളിച്ചാലും അത് കൂടുതലല്ല. കാരണം അത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? കാരണം എന്നെ സംബന്ധിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കിന്നിന് വേണ്ടിയിട്ട് സ്കിൻ കെയറിങ്ങിന് വേണ്ടിയിട്ട് അതുപോലെ കഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം എൻ്റെയൊക്കെ സ്കിന്നിലൊരു പാട് വീണ് കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ച് ദിവസത്തേക്ക് ഉറക്കമില്ലാതിരിക്കും. അപ്പം അങ്ങനെ ഇത്രയും സൗന്ദര്യമുള്ള ഒരു നടി അല്ലേ, എൻ്റെ കേരളത്തിലെ ദീപിക പദുക്കോണാണ്. ഞാൻ ദീപിക പദുക്കോൺ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു നടിയാണ് മമത മോഹൻദാസ്. അപ്പം ഞാൻ അത്രയും കെയർ ചെയ്ത് മേക്കപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിന് ഇങ്ങനൊരു സ്കിന്നിനൊരു പ്രോബ്ലം വന്നു എന്ന് കണ്ടപ്പം ടോട്ടലി അപ്സെറ്റായി പോയി. കാരണം ഞങ്ങൾ എന്താ പറയുക, എൻ്റെ പ്രാർത്ഥന ആ മനോഹരമായ മുഖത്ത് ഒരു കേടുപാടും സംഭവിക്കരുത് എന്നായിരുന്നു. ബാക്കിയെല്ലാം നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. ദൈവം തമ്പുരാൻ സഹായിച്ച അവളുടെ മുഖത്തിന് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ആ സൗന്ദര്യം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തീർച്ചയായിട്ടും. ഇനി ഇടയ്ക്ക് കയ്യിലൊക്കെ ഒരു പിക്ക് മമത അതൊക്കെ മാറി വരുന്നുണ്ട്, അതെല്ലാം മാറി വരുന്നുണ്ട്. അവളത് മാറ്റിയെടുക്കും. അതാണ് മമത മോഹൻദാസ്. എപ്പോഴെങ്കിലും തളർന്നു പോകുന്നത് മമതയെ കണ്ടിട്ടുണ്ടോ? തളർന്നു പോകുന്നതല്ല, എന്നെയും ഞങ്ങൾ ഒരുമിച്ച് കരഞ്ഞ ഒരു അവസരമുണ്ട്. ഞങ്ങൾ രുദ്രങ്കി എന്ന് പറഞ്ഞിട്ടൊരു തെലുങ്ക് മൂവി ചെയ്യുന്ന സമയത്ത് ഒരു ഫൈറ്റ് സീനുണ്ട്. ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മമതയുടെ വലത്ത് കൈന് ഭയങ്കര സ്വെല്ലിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സ്വെല്ലിങ് അത് തീർക്കുകയും വേണം, അത്രയും ക്രൂ വന്നിരിക്കുവാണ്. അപ്പോൾ ആ 2 ദിവസം കൊണ്ട് അത് തീർക്കുകയും വേണം. അപ്പോൾ ലാസ്റ്റ് അത് കട്ട് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ടാക്കി. ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ഫൈറ്റ് സീൻ എടുക്കുകയും വേണം. നന്നായിട്ട് ചാടി മറിഞ്ഞ് എന്താ പറയുക, കമ്പൊക്കെ കൊണ്ടിട്ട് കളരിപ്പയറ്റ് പോലത്തെ വടി എന്തൊക്കെ വെച്ച് എന്താ ഇനി പറയുന്നത് എനിക്കറിയത്തില്ല, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരത്തി ഇങ്ങനെ ക്യാരവാനിൽ വന്നിട്ട് കൈ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് കരയും, കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകൂടാന്ന് ഇറങ്ങും. ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ തോളത്തേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാനും അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ദൈവങ്ങളെ ശപിക്കും. എന്തിനാ ദൈവങ്ങളെ, ലോകത്ത് ദൈവങ്ങളില്ലേ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഒരാളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയാറുണ്ട്. ഞാനൊരു ദൈവങ്ങളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ പോയി അത്രയും മുട്ടുകാലിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ മമതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഈ സൗഹൃദമൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു രഞ്ജുവിൻ്റെ വർക്കിൻ്റെ പെർഫെക്ഷൻ മാത്രമായിരിക്കില്ല, ആളുടെ ഒരു ജെനുവിനിറ്റി കൊണ്ടും കൂടി ആയിരിക്കും പ്രിയാമണി അതുപോലെ തന്നെ മമത അവരൊക്കെ രഞ്ജുവിനെ ഇങ്ങനെ ഒപ്പം ചേർത്ത് പിടിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് എന്നെ അറിയാം. എനിക്ക് ആരെ സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാളെ പോലും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, സുഖിപ്പിച്ച് ഞാനൊന്നും നേടിയിട്ടുമില്ല. അതെല്ലാം താൽക്കാലികമാണ്. ഒരാളിൻ്റെയും വർക്ക് ഞാൻ തട്ടിയെടുത്തിട്ടില്ല ഈ നിമിഷം വരെ. എൻ്റെ വർക്ക് എനിക്കുള്ള അരിയിൽ എൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഏതൊക്കെ തരത്തിൽ തട്ടിയെടുത്താലും അതെല്ലാം ദൈവം തമ്പുരാൻ്റെ കണക്ക് ബുക്കിൽ എഴുതി ചേർക്കപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും. ഒരാളിൻ്റെ ഉപജീവന മാർഗം അല്ലെങ്കിൽ ഒരാളിൻ്റെ സ്കില്ല് കളഞ്ഞുകൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. എന്ത് നേടിയാലും ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് സാഷ്ടാംഗം വെക്കേണ്ട ഒരു ദിവസം വരും.